പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 19ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഏറെ സന്തോഷമുള്ള നിമിഷമാണിത്. 18 വീഡിയോകളായി +1 കെമിസ്ട്രിയുടെ പാഠഭാഗങ്ങൾ 10 ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അരിമ്പ്ര സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ വീഡിയോ ഒന്ന് പബ്ലിക്കാക്കി ചെയ്യുമോ എന്ന ചോദ്യത്തിന് ആവാം എന്ന് പറഞ്ഞ് യൂട്യൂബിലൂടെ ഇത് പബ്ലിക്കാക്കുകയായിരുന്നു. മറ്റു സ്കൂളിലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നു. ദിവസവും മെസ്സേജുകൾ വരുന്നു. കോവിഡിൻ്റെ പ്രതിസന്ധി കൊണ്ട് ഈ പരീക്ഷ അഭിമുഖീകരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്ത സമയത്ത് സാർ ഈ ക്ലാസ് എടുത്തത് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് മെസ്സേജ് വാട്സപ്പിലൂടെ കാണുമ്പോൾ കണ്ണു നിറയുന്ന സന്തോഷം ഉണ്ട്. എല്ലാവർക്കും അതിനുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മൾ മുൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എസ് ബ്ലോക്കിലെ ഫസ്റ്റ് പാർട്ടാണ്. 13 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് 14ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് എസ് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ഗിവ് റീസൺ, കാരണം പറയുക. ഒന്നാമത്തെ ചോദ്യം, KO2 ഈസ് പാരാമാഗ്നറ്റിക്. KO2 എന്ന് പറയുന്നത് പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡാണ്. പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് പാരാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ട്? അപ്പോൾ ഈ സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്ന ആളാരാ എന്നറിയാം നമുക്ക്? O2- എന്ന് പറയുന്ന ആളാണ്. O2- സൂപ്പർ ഓക്സൈഡ് അറിയാം. O2- അതിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ സൂപ്പർ ഓക്സൈഡ്. അവിടെ പെറോക്സൈഡ് എന്നാണ് എഴുതിയത്. പെറോക്സൈഡ് അല്ല, സൂപ്പർ ഓക്സൈഡാണ്. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് KO2 എന്ന് പറയുന്ന പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് പാരാമാഗ്നറ്റിക് ആണ്. ക്ലിയർ? ഇവിടെ തന്നെ മറ്റൊരു ചോദ്യം വരാം. H2O2 ഈസ് ഡയാമാഗ്നറ്റിക്. വൈ? അതായത് അതിൽ പെറോക്സൈഡാണുള്ളത്. H2O2-ൽ O2 ആണുള്ളത്. O2 ഡയാമാഗ്നറ്റിക് ആണ്. ബിക്കോസ് ദർ ഈസ് നോ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻ ഇറ്റ്. അതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല എന്നതാണ് കാരണം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സൊല്യൂഷൻ ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ആർ ബ്ലൂ ഇൻ കളർ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. എത്ര ക്വസ്റ്റ്യനാണ് മക്കളെ വന്നത്, റിപ്പീറ്റ് ചെയ്ത് വന്നത് അല്ലേ? ആൽക്കലി മെറ്റലും ലിക്വിഡ് അമോണിയയായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. അത് വരും എന്ന് തന്നെ ഉറപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും ഉത്തരം പ്രസൻസ് ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ന് എഴുതാൻ പറ്റണം. ക്ലിയർ? അടുത്ത ബി, മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. എ കോളും ബി കോളും തന്നിട്ടുണ്ട്. ക്യുക്ക് ലൈമിന് ആരാ? ക്യുക്ക് ലൈം കാൽസ്യം ഓക്സൈഡാണ്, CaO. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആരാണ്? CaSO4 ½ H2O. അപ്പോൾ ജിപ്സോ CaSO4 2H2O ആണ്. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ ആണെങ്കിലോ അത് CaSO4 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് കൂടെ സൂചിപ്പിച്ചു എന്ന് മാത്രം ഓർക്കുക. ബ്ലീച്ചിങ് പൗഡർ, അതിൻ്റെ ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ OCl കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണത്. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ. സ്ലേക്കഡ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത്. പിന്നെ അവിടെ അതിൽ പെടാത്ത ചില ആളുകളുള്ളത് ആ കോളത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം. CaCl2, അതിന് പ്രത്യേക പേരൊന്നുമില്ല, കാൽസ്യം ക്ലോറൈഡ് എന്നാണ്. വേറൊന്ന് CaCO3 ലൈംസ്റ്റോൺ ആണ്. ലൈംസ്റ്റോൺ ചുണ്ണാമ്പ് കല്ല് എന്നറിയപ്പെടുന്ന ആളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ദി സസ്പെൻഷൻ ഓഫ് മെഗ്നീഷ്യം കോമ്പൗണ്ട് ഇൻ വാട്ടർ യൂസ്ഡ് ആസ് ആൻ ആൻറ്റാസിഡ്. ആൻറ്റാസിഡായി യൂസ് ചെയ്യുന്ന വാട്ടറിൽ ഡിസോൾവ് ചെയ്ത ഒരു മെഗ്നീഷ്യം കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ്. ആസിഡിനെതിരെ പ്രവർത്തിക്കും. അസിഡിറ്റി പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ, വയറിൽ അസിഡിറ്റി പ്രശ്നം ഉണ്ടാകുമ്പം കൊടുക്കുന്ന ഒരു സിറപ്പ് മെഡിസിൻ കണ്ടിട്ടില്ലേ? ആ മെഡിസിനാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിക്സ്ചർ ഓഫ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് കോസ്റ്റിക് സോഡ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാൽസ്യം ഓക്സൈഡ് പറഞ്ഞാൽ CaO, കോസ്റ്റിക് സോഡ പറഞ്ഞാൽ NaOH. NaOHും CaOയും കൂടെ മിക്സ് ചെയ്തതിൻ്റെ പേരാണ് സോഡ ലൈം.
സോഡ ലൈം. കോസ്റ്റിക് സോഡയുടെ സോഡയും ക്വിക്ക് ലൈമിൻ്റെ ലൈമും കൂടി ചേർന്നാണ് സോഡ ലൈം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഫോർമേഷൻ ബി വെൻ CO2 ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി. ലൈം വാട്ടറിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ പാല് പോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. വീണ്ടും അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അളവിൽ പാസ് ചെയ്താൽ ആ മിൽക്കി കളർ കാണാൻ അങ്ങോട്ട് ഡിസപ്പിയർ ചെയ്യുന്നു, അപ്രത്യക്ഷമാകുന്നു. ഗിവ് ദി കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ്ഡ് ദിസ് പ്രോസസ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്തിരിക്കുക. കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ ആദ്യം കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവും. കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുമ്പോൾ അതൊരു പാല് കളറുള്ള സൊല്യൂഷനായിട്ട് മാറും. പാൽ കളർ പോലെ വരും. ഓക്കെ. അതിലൂടെ വീണ്ടും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ നോക്കൂ, അവിടെ കാൽസ്യം ബൈ കാർബണേറ്റ് ആയിട്ട് മാറും. കാൽസ്യം കാർബണേറ്റ് വെള്ളത്തിൽ ലയിക്കൂല, അതുകൊണ്ട് വൈറ്റ് കളർ കിട്ടി. എന്നാൽ അതിൽ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ കാൽസ്യം ബൈ കാർബണേറ്റ് ആയിട്ട് അത് മാറും, അത് വെള്ളത്തിൽ ലയിക്കും. അപ്പോൾ വൈറ്റ്നെസ്, ആ മിൽക്കിനെസ് ഡിസപ്പിയർ ആകും. ഓർത്തിരിക്കണം, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബിലോങ്സ് ടു ദി എസ് ബ്ലോക്ക് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. സംശയമില്ലല്ലോ. ആൽക്കലി മെറ്റൽ ഫസ്റ്റ് ഗ്രൂപ്പ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽ സെക്കൻഡ് ഗ്രൂപ്പ് ആവട്ടെ. എ. നെയിം ദി പ്രോസസ് യൂസ്ഡ് ഫോർ ദി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്. ഏതാണത്? സോൾവേ പ്രോസസ്സാണ്, അല്ലെങ്കിൽ വേറെ പേര് അമോണിയ സോഡ പ്രോസസ്സ്. ഓക്കെ. അതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചു വെക്കണേ. അമോണിയ സോഡ പ്രോസസ്സ് എന്നൊക്കെ അതിനെ പറയാനുള്ള കാരണം എന്താണെന്നൊക്കെ ഓർത്തിരിക്കണം. അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അമോണിയം കാർബണേറ്റായി മാറുന്നു ആദ്യത്തെ സ്റ്റെപ്പിൽ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കണമെന്ന് അറിയില്ലേ? അത് നോക്കുക, നേരത്തെ പഠിച്ചതാണ്, അതൊന്നും കൂടെ പഠിക്കുക. ആ 4 സ്റ്റെപ്പ് ഉണ്ടതിൽ, ആ 4 സ്റ്റെപ്പും പഠിച്ച് അമോണിയയിൽ നിന്ന് സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ് സോൾവേ പ്രോസസ്സ്. വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് സോൾവേ പ്രോസസ്സ്. ക്ലിയർ? അതിൽ രണ്ടാമത്, ദി എബോവ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഈ മെത്തേഡ് പൊട്ടാസ്യം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം എന്താണെന്നറിയോ? ബിക്കോസ് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഫോംഡ് ഈസ് ഹൈലി സോലിബിൾ ഇൻ വാട്ടർ. പൊട്ടാസ്യം ബൈകാർബണേറ്റ് വെള്ളത്തിൽ അങ്ങോട്ട് ലയിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ക്രിസ്റ്റലായിട്ട് വെള്ളത്തിൽ ലയിക്കാതെ നിൽക്കുകയാണെങ്കിലേ നമുക്കുണ്ട് അരിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇത് വെള്ളത്തിലാണ്ട് കലങ്ങിപ്പോയാൽ, ഇപ്പോൾ പഞ്ചസാര വെള്ളത്തിലാണ്ട് കലങ്ങി, ആ കലങ്ങിപ്പോയ പഞ്ചസാര നിങ്ങൾ അരിച്ചെടുത്താണ് എടുക്കാൻ കഴിയില്ല. അതേപോലെ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൊട്ടാസ്യം ബൈകാർബണേറ്റ് വെള്ളത്തിൽ നന്നായി ലയിച്ച് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പൊട്ടാസ്യം കാർബണേറ്റ് സോൾവേ പ്രോസസ്സിലൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൽ സി. ഡ്രോ ദി ചെയിൻ സ്ട്രക്ചർ ഓഫ് ബെറിലിയം ക്ലോറൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലുള്ള ബെറിലിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. നല്ല സൗകര്യം. നോക്കി, ബെറിലിയത്തിൻ്റെ 2 ആറ്റത്തിൻ്റെ ഇടയ്ക്ക് മുകളിലേക്കൊരു ക്ലോറിൻ, താഴോട്ടൊരു ക്ലോറിൻ, ഒരു ബ്രിഡ്ജ് ക്ലോറിൻ മുകൾക്ക്, അതുപോലെ അണ്ടർഗ്രൗണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ടൊരു ക്ലോറിനും. ക്ലിയർ? 2 ബെറിലിയത്തിൻ്റെ ഇടയ്ക്ക് 2 ക്ലോറിൻ ബ്രിഡ്ജായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഡി. റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഷോയിങ് ദി പ്രിപ്പറേഷൻ ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫ്രം ജിപ്സം. ജിപ്സം എന്ന് പറഞ്ഞാൽ ആരാ? കാൽസ്യം സൾഫേറ്റ് 2H2O ആണ്. അത് 393 കെൽവിനിൽ ചൂടാക്കിയാൽ അതിൽ നിന്ന് 1.5 വാട്ടർ മോളിക്യൂളാണ്ട് ഇറങ്ങിപ്പോവും. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? 1/2 വാട്ടർ മോളിക്യൂളാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കാൽസ്യം സൾഫേറ്റ് 1/2H2O എന്നുള്ളതിനെ 393 കെൽവിൻ്റെ മുകളിൽ ചൂടാക്കിയാൽ ആ 1/2H2Oയും അതിൽ നിന്ന് അങ്ങോട്ട് പോകും. അങ്ങനെ പോയാൽ അയാളെ പേരാണ് CaSO4 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അയാളുടെ പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ സ്വഭാവം ഒന്നും അതിനുണ്ടാവില്ല. വെള്ളം നനച്ചാൽ പിന്നെ അത് കട്ടിയാകില്ല. അതുകൊണ്ട് അതിൻ്റെ ഡെഡാണ്, മരിച്ചു പോയിട്ടുണ്ട്, ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നറിയപ്പെടും. അപ്പോൾ 3 കാര്യം. ഒന്ന്, ജിപ്സം എന്താണ്? ജിപ്സത്തിൽ നിന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എങ്ങനെയാണ് ഉണ്ടാക്കുക? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിന്ന് എങ്ങനെയാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ ഉണ്ടാക്കുക? 393 കെൽവിന് മുകളിൽ ചൂടാക്കിയാൽ മതി. നന്നായി ഓർത്തിരിക്കണം.
It is very, very important. Question number 17. Lithium and magnesium belongs to first and second group in the periodic table. Clear? ഒന്നാം ഗ്രൂപ്പിലുള്ള ആളാണ് ലിഥിയം, രണ്ടാം ഗ്രൂപ്പിലുള്ള ആണ് മെഗ്നീഷ്യം. They resemble each other in many respects. ഇവർ തമ്മിൽ നല്ല യോജിപ്പുണ്ട് പല സ്വഭാവത്തിലും. എന്താണ് ഈ റിലേഷൻഷിപ്പിന് പറയുന്ന പേര്? ഡയഗണൽ റിലേഷൻഷിപ്പ്. കാര്യം എന്താണ്? ലിഥിയം ഒന്നാം ഗ്രൂപ്പിലെ ആദ്യത്തെ ആൾ, മെഗ്നീഷ്യൻ രണ്ടാം ഗ്രൂപ്പിലെ രണ്ടാമത്തെ ആൾ. ഒന്നാമത്തെ ആളും അടുത്ത വലതുഭാഗത്തുള്ള ഗ്രൂപ്പിലെ രണ്ടാമത്തെ ആളും തമ്മിൽ ഒരേ സ്വഭാവമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ അത് റെഡി. ഗിവ് വൺ സിമിലാരിറ്റി ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മെഗ്നീഷ്യം. 3 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ നേരത്തെ വന്നു. നമ്മൾ പാർട്ട് 1 ഇത് ഡിസ്കസ് ചെയ്തതാണ്. ലിഥിയവും മെഗ്നീഷ്യവും ഹാർഡറാണ്, നല്ല ഉറപ്പുള്ള ആളാണ്. പക്ഷേ മറ്റ് മൂലകങ്ങളെ അപേക്ഷിച്ച് വളരെ കനം കുറവാണ്, ലൈറ്ററാണ്. റെഡി, 2 ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ കോമ്പൗണ്ട് ഓഫ് കാൽസ്യം ഈസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫോർ സെറ്റിംഗ് ഫ്രാക്ചർ ഓഫ് ബോൺ. എല്ല് പൊട്ടിയാൽ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കാൽസ്യത്തിൻ്റെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതാരാണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇത് എല്ല് പൊട്ടിയാൽ മാത്രമല്ല, ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകൾ ഭാഗമൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് നല്ല കട്ടൊക്കെ ആക്കിയിട്ട് നല്ല മോഡിഫൈ ചെയ്ത് വെക്കലുണ്ട് അല്ലേ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പെയിൻറ്റിങ് നടക്കുന്നതിൻ്റെ മുന്നേ ചുമരൊക്കെ ഹോൾസ് അടക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാറുണ്ട്. പ്രതിമ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുക? ഫ്രാക്ചർ ഓഫ് ബോൺ, എല്ല് പൊട്ടിയാണ് ഉപയോഗിക്കണത് എന്നുള്ളതിന് പകരം ചിലപ്പം ചുമര് നന്നാക്കാൻ, അതുപോലെ പ്രതിമ ഉണ്ടാക്കാൻ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഉപയോഗിക്കണ കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ട് ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ ഉത്തരം പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെയാണ്. ഓക്കെ. വാട്ട് ഈസ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ? ക്വസ്റ്റ്യൻ വന്ന് കണ്ടോ? അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ്. വാട്ടർ മോളിക്യൂളും ഇല്ലാത്ത കാൽസ്യം സൾഫേറ്റിൻ്റെ പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 18. ബെറിലിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് അലൂമിനിയം. ലിഥിയം മെഗ്നീഷ്യവുമായി ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് പോലെ ബെറിലിയം എന്ന് പറയുന്ന രണ്ടാം ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം 13ാം ഗ്രൂപ്പിലെ രണ്ടാമത്തെ മൂലകമായ അലൂമിനിയവുമായി ഒരേ സ്വഭാവം ഉണ്ടാവും. ഇതിനെയും ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. മെൻഷൻ എനി 2 സിമിലാരിറ്റി ബിറ്റ്വീൻ ബെറിലിയം ആൻഡ് അലൂമിനിയം. പഠിച്ചു വെക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അലൂമിനിയത്തെ പോലെ തന്നെ ബെറിലിയവും ആസിഡുമായി റിയാക്ട് ചെയ്യില്ല. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ബെറിലിയവും അലൂമിനിയവും ആസിഡുമായി നന്നായി പ്രവർത്തിക്കില്ല. കുറച്ചൊക്കെ പ്രവർത്തിക്കും. എന്താ കാരണം? അതിൻ്റെ പുറത്തൊരു ഓക്സൈഡിൻ്റെ ഫിലിമുണ്ടാകും. ഒരു ഓക്സൈഡിൻ്റെ ആവരണം ബെറിലിയത്തിൻ്റെയും അലൂമിനിയത്തിൻ്റെയും മുകളിലുള്ളതുകൊണ്ട് ബെറിലിയവും അലൂമിനിയവും ആസിഡുമായി നന്നായി പ്രവർത്തിക്കില്ല. ചെറിയ തോതിലൊക്കെ പ്രവർത്തിക്കും, ഉഷാറായിട്ട് പ്രവർത്തിക്കില്ല. രണ്ടാമത്തത്, ദി ക്ലോറൈഡ് ഓഫ് ബോത്ത് ദി എലമെൻറ്റ് ഹാവ് ബ്രിഡ്ജ് സ്ട്രക്ചർ. ബെറിലിയത്തിൻ്റെയും അലൂമിനിയത്തിൻ്റെയും ക്ലോറൈഡുകൾക്ക് ബ്രിഡ്ജ് സ്ട്രക്ചർ ഉണ്ട്. നേരത്തെ നമ്മൾ വരച്ചില്ലേ ബെറിലിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചറിൽ ബ്രിഡ്ജ് കണ്ടില്ലേ? മോൾക്കും താഴത്തേക്കും ഓരോ ക്ലോറിങ് നിൽക്കുന്ന കണ്ടില്ലേ? അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ബെറിലിയത്തിൻ്റെ ക്ലോറൈഡിനും, അതായത് BeCl2-വിനും അലൂമിനിയത്തിൻ്റെ ക്ലോറൈഡായ AlCl3-ക്കും എന്തുണ്ട്? ബ്രിഡ്ജ് സ്ട്രക്ചറുണ്ട്. ബ്രിഡ്ജ് സ്ട്രക്ചർ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തൊട്ട് ബാക്കിലോട്ടൊന്ന് തിരിച്ചാൽ ബെറിലിയം ക്ലോറൈഡിൻ്റെ ബ്രിഡ്ജ് സ്ട്രക്ചർ കാണാം. ഓക്കെ, നെക്സ്റ്റ് B. മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. നോക്കൂ, ഈ ചാപ്റ്ററിൽ നിന്ന് പ്രത്യേകിച്ച് വരുന്ന ഈ മാച്ച് ചെയ്യുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കുക. അതെന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നോക്കൂ, സോഡിയം കാർബണേറ്റ് സോൾവേ പ്രോസസ്സിലൂടെയാണ് നിർമ്മിക്കുന്നത്. ബെറിലിയം ക്ലോറൈഡ് ചെയിൻ സ്ട്രക്ചർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. റെഡി. സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റ്നർ കെൽനർ സെല്ലിൽ വെച്ചിട്ടാണ് അത് നിർമ്മിക്കുക. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് മെയിൻ ഇതിൽ നിന്ന് വരുന്നത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഒരു വർഷം ചോദിച്ചത് മാച്ച് ചെയ്യാനുള്ളത്. ഇതിൽ പ്രത്യേകത 3 കോളം ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ജിപ്സത്തിന് കറക്റ്റായി B കോളത്തുനിന്ന് പറ്റിയത് ഏതാണുള്ളത്?
കാൽസ്യം സൾഫേറ്റ് ആണ്. ഓക്കെ അല്ലേ? കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്ന ജിപ്സം, അതിൻ്റെ കൂടെ 2H2O എന്നുണ്ട്, പക്ഷേ സെൻറ്റൻസിലായതുകൊണ്ട് നമ്മളത് കാര്യമാക്കണ്ട, കാൽസ്യം സൾഫേറ്റ് തന്നെ. റെഡി? അത് സിമൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്. സി കൊളുത്തുന്നതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സിമൻ്റാണ്. നെക്സ്റ്റ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ, അത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണെന്ന് അറിയാലോ. എന്തായിട്ട് അത് യൂസ് ചെയ്യുന്നത്? ആൻറ്റാസിഡ്സ് ആയിട്ട് യൂസ് ചെയ്യും. മൂന്നാമത്തെ വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് എന്നറിയപ്പെടുന്ന ആളാണ്. അയാൾ നമ്മൾ നിർമ്മിക്കുന്നത് സോൾവേ പ്രോസസ്സിലൂടെയാണ്. അടുത്ത ഡി, ആൽക്കലി മെറ്റലാണ്. അതിനൊരു ഉദാഹരണം അതിൽ തന്നെ ഉണ്ട്, ബിയിൽ സോഡിയമാണ് ആൽക്കലി മെറ്റൽ. അതിനെ ഹീറ്റ് ചെയ്താൽ, ഫ്ലെയിമിൽ വെച്ചാൽ യെല്ലോ കളറാണ് വരാറ്. നെർവ് സിഗ്നലിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. വയലറ്റ് ഫ്ലെയിം എന്നുള്ളത് തെറ്റാണ്, അത് ഒഴിവാക്കുക. അതിന് പകരം എന്ത് ചെയ്യുക? ആൽക്കലി മെറ്റൽ സോഡിയമാണ്. അതെന്തിനു യൂസ് ചെയ്യും? ശരീരത്തിലെ നെർവ് സിഗ്നലിൻ്റെ ട്രാൻസ്മിഷനിൽ അയാൾ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആക്കുക. അവിടെ തന്ന ആൻസറിൽ ചെറിയ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മോണോവാലൻ്റ് Na+, K+ അയോൺ ആൻഡ് ഡൈവാലൻ്റ് Ca2+ ആൻഡ് Mg2+ അയോൺ ആർ ഫൗണ്ട് ഇൻ ലാർജ് പ്രപ്പോർഷൻ ഇൻ ബയോളജിക്കൽ ഫ്ലൂയിഡ്. നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡിൽ ഈ 4 അയോൺസുകളുണ്ട്, Na+, K+, Ca2+, Mg2+ തുടങ്ങിയത്. ഇൻ വിച്ച് പാർട്ട് ഓഫ് അവർ ബോഡി ആർ സോഡിയം ആൻഡ് പൊട്ടാസ്യം അയോൺ പെർമനൻ്റ്ലി ലൊക്കേറ്റഡ്? സോഡിയവും പൊട്ടാസ്യവും നമ്മുടെ ബോഡിയുടെ ഏത് ഭാഗത്താണ് സ്ഥിരമായി ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം? അതായത് അത് സെൽ ഫ്ലൂയിഡിലാണ്. സെൽ ഫ്ലൂയിഡിലാണ് സോഡിയവും പൊട്ടാസ്യവും ലൊക്കേറ്റ് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ബി, വാട്ട് ആർ ദ മേജർ റോൾ ഓഫ് ദീസ് സോഡിയം ആൻഡ് പൊട്ടാസ്യം അയോൺ ഇൻ അവർ ബോഡി? ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ച കാര്യമാണ്. എന്താ അതിൻ്റെ റോള്? അത് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് സിഗ്നലിൻ്റെ, അതായത് നമ്മുടെ നെർവ് സിഗ്നൽ, കാലിൽ നിന്നിങ്ങനെ മുകളിലോട്ട് ഒരു വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ്, ആ നെർവ് സിഗ്നലിലൂടെ അല്ലേ, നെർവ് സിഗ്നലിലൂടെ നടക്കുന്നത്. ഈ സിഗ്നൽ പാസ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് ആര് വഹിക്കുന്നുണ്ട്? സോഡിയവും പൊട്ടാസ്യവും വഹിക്കുന്നുണ്ട്. മാത്രമല്ല പൊട്ടാസ്യം അയോൺ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ചില അസുഖങ്ങളൊക്കെ ചിലർ പെട്ടെന്നാണ് കുഴഞ്ഞു പോയി എന്ന് പറയും. ഡോക്ടർ പറയും അത് സോഡിയം കുറഞ്ഞതാണ് എന്ന് പറയും. സോഡിയം കുറഞ്ഞതാണ്. അപ്പോൾ സോഡിയവും പൊട്ടാസ്യവും സിഗ്നലിൻ്റെ ട്രാൻസ്മിഷനിൽ, മെസ്സേജുകളുടെ ട്രാൻസ്മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സംവിധാനത്തിന് നമ്മൾ വേറെ പേരിൽ അറിയപ്പെടാറുണ്ട്, സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നാണ് അതിനറിയപ്പെടുക. ദാഹിക്കുന്നു, ശരീരത്തിനകത്തേക്ക് വാട്ടർ വേണം എന്ന തോന്നലുണ്ടാക്കുന്നത് സോഡിയം അയോണിൻ്റെ പങ്കാളിത്തമുണ്ട്. ആവട്ടെ, അടുത്ത സി, ഫോർ മേക്കിംഗ് വിച്ച് പാർട്ട് ഓഫ് അവർ ബോഡി ഈസ് കാൽസ്യം മെയിൻലി യൂസ്ഡ്? നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് കാൽസ്യം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയത്? പല്ലും എല്ലുമാണ്. ബോൺ ആൻഡ് ടീത്ത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്തിരിക്കണം. കാൽസ്യം കൊണ്ട് നിർമ്മിക്കപ്പെട്ട 2 പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ശരീരത്തിലെ ബോണും ടീത്തും, പല്ലും എല്ലും. ഡി, ഗിവ് ദി നെയിം ഓഫ് മെറ്റൽ പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കാൻ കാരണമാകുന്ന ഗ്രീൻ ലീഫുകളിലുള്ള ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത്? മെറ്റലേത്? മെഗ്നീഷ്യമാണ് ആ ലോഹം. നല്ല ഓർത്തിരിക്കുക. ക്ലോറോഫില്ലിലുള്ള ലോഹം മെഗ്നീഷ്യം, ബ്ലഡിലുള്ള ലോഹം അയേൺ. റെഡി? ഇത് ഓർത്തിരിക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 21. സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സെൻറ്റൻസസ് ആർ ട്രൂ ഓർ ഫാൾസ്. താഴെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? മെറ്റൽസ് ഇൻ സെക്കൻഡ് ഗ്രൂപ്പ് ആർ കോൾഡ് ആൽക്കലി മെറ്റൽ. അത് തെറ്റാണ്. സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആളെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നല്ലേ പറയൽ. ബി, ആൽക്കലി മെറ്റൽസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ഫ്രീ സ്റ്റേറ്റ് ഇൻ നാച്ചർ. പ്രകൃതിയിൽ ആൽക്കലി മെറ്റൽ ശുദ്ധമായ അവസ്ഥയിൽ കാണുന്നില്ല, സ്വതന്ത്രമായ അവസ്ഥയിൽ കാണുന്നില്ല. അത് ശരിയാണ്. കാരണം ആൽക്കലി മെറ്റൽ നല്ല റിയാക്റ്റീവാണ്, അത് ഒറ്റയ്ക്ക് നിൽക്കില്ല. ഇപ്പോൾ സോഡിയം എന്ന് പറഞ്ഞാൽ സോഡിയമായിട്ട് നിൽക്കില്ല, അത് സോഡിയം ക്ലോറൈഡായിട്ടോ സോഡിയത്തിൻ്റെ ഓക്സൈഡായിട്ടോ സോഡിയം സൾഫേറ്റ് ആയിട്ടോ ഒക്കെയാണ് നിൽക്കുക. സ്വതന്ത്രമായി സോഡിയവും അല്ലെങ്കിൽ ആൽക്കലി മെറ്റലും പ്രകൃതിയിൽ നിൽക്കുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്.
സി ബേക്കിംഗ് സോഡ ഈസ് കെമിക്കലി സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ശരിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനാണ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്നറിയപ്പെടുന്നത്. പോർട്ട്ലാൻഡ് സിമൻറ്റ് ഈസ് ബേസിക്കലി സിലിക്കേറ്റ് ആൻഡ് അലൂമിനേറ്റ് ഓഫ് കാൽസ്യം. കാൽസ്യത്തിൻ്റെ അലൂമിനേറ്റിനെയും സിലിക്കേറ്റിനെയും പറയുന്ന പേരാണ് പോർട്ട്ലാൻഡ് സിമൻറ്റ്. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടിയായി. പോർട്ട്ലാൻഡ് സിമൻറ്റ് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിലൂടെ സിലിക്കേറ്റ് ആൻഡ് അലൂമിനേറ്റ് ഓഫ് കാൽസ്യം. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ക്ലിയർ. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് അല്ലേ? അവിടെ തന്നിരിക്കുന്ന ഡാഷ് ഫില്ല് ചെയ്യുക. മോളിക്കുലാർ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് CaSO4 12H2O. ബെർലിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് അലൂമിനിയം. ഓക്കെ. സി ദി മെറ്റൽ പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ. വീണ്ടും വന്നു മെഗ്നീഷ്യം. സോൾവേ പ്രോസസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി പ്രിപ്പറേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്, അതായത് വാഷിംഗ് സോഡ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതല്ലേ മക്കളെ ഇതൊക്കെ? നോക്കി നിങ്ങൾ വേറെ രൂപത്തിൽ ആ ക്വസ്റ്റ്യനെ ചെറിയ തോതിലൊരു ഭേദഗതി വരുത്തണം. അപ്പോൾ ഇത് നിങ്ങളാണ് പഠിച്ചാൽ ക്വസ്റ്റ്യൻ വരും. 22ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഗ്രൂപ്പ് 1 മെറ്റൽസ് ഓഫ് പീരിയോഡിക് ടേബിൾ ആർ കളക്റ്റീവ്ലി കോൾഡ് ആൽക്കലി മെറ്റൽസ്. റൈറ്റ് ദി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൽക്കലി മെറ്റൽ NS1. ഓക്കെ. അപ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെതോ NS2. ബി ഐഡൻറ്റിഫൈ ദി ആൽക്കലി മെറ്റൽ എക്സിബിറ്റിംഗ് അനോമലസ് പ്രോപ്പർട്ടീസ്. അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൽക്കലി മെറ്റലിലെ മൂലകമേതാണ്? ആരാ? ലിഥിയമാണ്. എന്താണ് ഇതിൻ്റെ കാരണം? സ്മോൾ സൈസും ഹൈ പോളറൈസിങ് പവറും ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റലും. 4 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആൻസർ കൊടുത്തപ്പോൾ 2 കൊടുത്തിട്ടുള്ളൂ. 4 ഞാൻ പറഞ്ഞു. എന്താ? ഒന്ന് സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഹൈ പോളറൈസിങ് പവർ. 4ാമത്തത് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ക്വസ്റ്റ്യൻ നമ്പർ സി, ആൽക്കലി മെറ്റൽസ് ആർ നോർമലി കെപ്റ്റ് ഇൻ കെരോസിൻ. ആൽക്കലി മെറ്റൽ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ആൽക്കലി മെറ്റൽ എയറുമായും വാട്ടറുമായും പ്രവർത്തിക്കും. എയറുമായും വാട്ടറുമായും ആര് പ്രവർത്തിക്കും? ആൽക്കലി മെറ്റൽ പ്രവർത്തിക്കും. സോഡിയം പ്രവർത്തിക്കും, പൊട്ടാസ്യം പ്രവർത്തിക്കും, റുബീഡിയം പ്രവർത്തിക്കും. അതുകൊണ്ട് അയാളെ മണ്ണെണ്ണയിലിട്ട് വെക്കും. മണ്ണെണ്ണയിലാവുമ്പോൾ വെള്ളത്തിൻ്റെ കണ്ടാമിനേഷൻ വരില്ല. വാട്ടറായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് മണ്ണെണ്ണയായിട്ട് പ്രവർത്തിക്കില്ല. എയർ മണ്ണെണ്ണയുടെ അകത്ത് എയർ ഉണ്ടാവില്ല. അപ്പോൾ എയറുമായിട്ടും പ്രവർത്തിക്കില്ല, വാട്ടറുമായിട്ടും പ്രവർത്തിക്കില്ല. അതുകൊണ്ട് മണ്ണെണ്ണയിലാണ് ആൽക്കലി മെറ്റൽ സൂക്ഷിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആൽക്കലി മെറ്റൽസ് ആർ നെവർ ഫൗണ്ട് ഇൻ ഫ്രീ ഇൻ നാച്ചർ. പ്രകൃതിയിൽ സ്വതന്ത്രമായി ആൽക്കലി മെറ്റൽ കാണുന്നില്ല. ഡ്യൂ ടു ദെയർ ഹൈ റിയാക്ടിവിറ്റി. ഉയർന്ന റിയാക്ടിവിറ്റിയാണ് ഇതിന് കാരണം. നിങ്ങൾ തൊട്ട് മുന്നത്തെ വർഷം തന്നെ ചോദിച്ചില്ലേ? അപ്പോൾ ഇനിയും ആവർത്തിക്കാം. നല്ല ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് ആൽക്കലി മെറ്റൽ പ്രകൃതിയിൽ സ്വതന്ത്രമായി കാണുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 23, ഹൗ വിൽ യു പ്രിപ്പയർ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം കാർബണേറ്റ് ഫ്രം ക്യുക്ക് ലൈം. കാൽസ്യം ഓക്സൈഡിൽ നിന്ന് കാൽസ്യം കാർബണേറ്റും കാൽസ്യം ഹൈഡ്രോക്സൈഡും എങ്ങനെ നിർമ്മിക്കാം? അതവിടെ കൊടുത്തത്. കാൽസ്യം ഓക്സൈഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിച്ചാൽ കാൽസ്യം കാർബണേറ്റ് കിട്ടും. ജസ്റ്റ് CO2 കൂട്ടി കൊടുത്താൽ മതി. വാട്ടറുമായി പ്രവർത്തിച്ചാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. കാൽസ്യം ഹൈഡ്രോക്സൈഡ് പറഞ്ഞാൽ ആരാണത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് പറഞ്ഞാൽ സ്ലേക്കഡ് ലൈം എന്ന് പറയുന്ന ആളാണ്. കാൽസ്യം കാർബണേറ്റ് പറഞ്ഞാലോ ലൈം സ്റ്റോൺ എന്നറിയപ്പെടുന്ന ആളാണ്. CaO എന്ന് പറഞ്ഞാലോ ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്ന ആളാണ്. ഓക്കെ. അതിൽ ബി, കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ. താഴെ തന്നിരിക്കുന്ന റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. കാൽസ്യം കാർബണേറ്റ് 1200 കെൽവിനിൽ ചൂടാക്കിയാൽ അതാ പ്രോഡക്റ്റ് CaOയും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. രണ്ടാമത്തെ കാൽസ്യം കാർബണേറ്റ് പ്ലസ് H2SO4. കാൽസ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ കാൽസ്യം സൾഫേറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. ഓക്കെ. 24ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി. വാട്ട് ഈസ് ദി റിയാക്ഷൻ ഇൻ ദി എബോവ് കേസ്? അതിൻ്റെ റിയാക്ഷൻ എന്താ റിയാക്ഷൻ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് CO2 ഗിവ്സ് CaCO3 പ്ലസ് H2O. എഴുതി വെച്ചില്ലേ? എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഇത് കേൾക്കുക. അടുത്തത് ബി, വാട്ട് ഹാപ്പൻഡ് വെൻ മോർ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം മിൽക്കി സൊല്യൂഷൻ.
ആ കിട്ടിയ മിൽക്കി സൊല്യൂഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ മിൽക്കിനെസ് ഇല്ലാതാകും. പാല് പോലത്തെ കളറ് അപ്രത്യക്ഷമായി അത് നല്ല ക്ലിയറായൊരു സൊല്യൂഷനായിട്ട് മാറും. കാരണം കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ട്. 3 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നു. ഈ 10 കൊല്ലത്തിൽ 3 പ്രാവശ്യം വന്ന ക്വസ്റ്റ്യനാണ് 24ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി. 24. ഇപ്പോൾ പറഞ്ഞല്ലേ. അടുത്തത് 25. ലിഥിയം ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് റിസംബിൾസ് മെഗ്നീഷ്യം ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. കണ്ടോ. ഫസ്റ്റ് ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകമായ ലിഥിയവും 2ാം ഗ്രൂപ്പിലെ 2ാമത്തെ മൂലകമായ മെഗ്നീഷ്യവുമായി റിസംബ്ലൻസ് ഉണ്ട്, സാമ്യതയുണ്ട്, സാദൃശ്യമുണ്ട്. എന്താണ് ഇതിൻ്റെ പേര്? ഡയഗണൽ റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? സിമിലർ സൈസ്, സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി, സിമിലർ പോളറൈസിങ് പവർ. ഇതാണ് ഇതിന് കാരണം. 26ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് എനി 2 സിമിലാരിറ്റി ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മെഗ്നീഷ്യം. ലിഥിയവും മെഗ്നീഷ്യവും തമ്മിലുള്ള സിമിലാരിറ്റി പറയുക. നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ. ഒന്നെന്തായിരുന്നു? ലിഥിയവും മെഗ്നീഷ്യവും 2 പേരും ഹാർഡാണ്, നല്ല ഉറപ്പുണ്ട്. 2ാമത്തെ 2 പേരും ലൈറ്ററാണ്, കനം കുറവാണ്. ഉറപ്പും എല്ലാം ഉണ്ട് 2 പേർക്കും. 2ാമത്തെ പോയിൻ്റ്, 2 പേരും കനം വളരെ കുറവാണ്. നന്നായി ശ്രദ്ധിച്ചോളി, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. 2 പ്രാവശ്യം ഈ ഒരു 30 മിനിറ്റിൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ 4 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും എന്ന് ആദ്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാന പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒന്ന്, ആൽക്കലി മെറ്റൽ ലിക്വിഡ് അമോണിയയുമായി പ്രവർത്തിക്കുമ്പോൾ ബ്ലൂ കളർ കിട്ടുന്നു, അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉണ്ടാകുന്നത് കൊണ്ട്. ലിഥിയവും മെഗ്നീഷ്യവും തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ്. എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? എന്താണ് അനോമലസ് പ്രോപ്പർട്ടീസ്? ലിഥിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പിന്നെ ഡയഗണൽ റിലേഷൻഷിപ്പിൻ്റെ കാരണം എന്താണ്? അനോമലസ് പ്രോപ്പർട്ടീസിൻ്റെ കാരണം എന്താണ്? സോഡിയവും പൊട്ടാസ്യത്തിൻ്റെയും ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്? പല്ലും എല്ലും നിർമ്മിക്കപ്പെട്ടത് ഏത് മൂലകങ്ങളെ കൊണ്ടാണ്? സെൽ ഫ്ലൂയിഡിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏതൊക്കെ? Na+ഉം K+ഉം. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതാണ്? മെഗ്നീഷ്യം. ബ്ലഡിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതാണ്? അയേൺ. അല്ലേ? എത്ര കാര്യങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പഠിച്ച് റെഡി ആയിട്ടാണ് പോയാൽ 4 മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എസ് ബ്ലോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല കോൺഫിഡൻസോടുകൂടെ പരീക്ഷയ്ക്ക് പോവുക. നിങ്ങളെ കൂടെ ഈ പരീക്ഷയ്ക്ക്, നിങ്ങളോടൊപ്പം ഈ പരീക്ഷയ്ക്ക് +2 കെമിസ്ട്രി പരീക്ഷയുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. പിന്നെ ഈ ചാനൽ നല്ല സപ്പോർട്ട് നിങ്ങൾ നൽകി ഒരുപാട് ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. +1ൻ്റെയും +2ൻ്റെയും കെമിസ്ട്രി പാഠങ്ങൾ തുടർച്ചയായി ഇതിലിങ്ങനെ അപ്ലോഡ് ചെയ്യപ്പെടും. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ കഴിയുന്നതോടുകൂടെ സെക്കൻഡ് ഇയർ ക്ലാസ് നമ്മൾ വീണ്ടും പുനരാരംഭിക്കും. +1 ക്ലാസ്സുകളും ഇലക്ഷന് ശേഷം പുനരാരംഭിക്കും. +1-ന് അതുപോലെ +2-വിനൊക്കെ കെമിസ്ട്രി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമുക്ക് ഒന്നിച്ച് നീങ്ങാം. അപ്പോൾ നിർത്തിയാലോ? ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.